ആക്ച്വലി ഞാനല്ല, ആരായാലും ഇതൊക്കെ ചെയ്യും ശ്രീലക്ഷ്മി. ഞാനും നമ്മുടെ രവിവർമ്മൻ സാറും ഒക്കെ അല്പം മനുഷ്യപ്പറ്റുള്ളവരാണെന്ന് കരുതിയാൽ മതി. അപ്പൊ ശരി, കാണാം നമുക്ക്. ശരി. ആ ശ്രീ, ഇത്തരം സന്ദർഭത്തിൽ ഇത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ അമ്പലത്തിൽ വന്നത് തന്നോടൽപ്പം സംസാരിക്കാനായിരുന്നു. ആ ശ്രീജി, ശ്രീജി, അച്ഛനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നല്ലേ? അതെ ദേവ്, കൊണ്ടുവന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് അങ്കിളിന്? കുറവുണ്ട്. ഞങ്ങള് വീട്ടിലേക്ക് വരണമെന്ന് വിചാരിച്ചതാ. അപ്പോഴാ റേഷൻ കടയിൽ പഞ്ചസാര വന്ന കാര്യം കേട്ടത്. പിന്നെ ഇപ്പോ വൈകിട്ട് വരാന്ന് കരുതി. അച്ഛന് കുഴപ്പമൊന്നുമില്ല. എന്നാ ശരിയപ്പോ നമുക്ക് കാണാം. യമുന വാ. ഇതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഞാൻ അങ്ങോട്ട് സൂചിപ്പിച്ചിട്ടും അവളൊന്നും ചോദിക്കാതെയാണല്ലോ പോയത്. ഇനി അങ്കിളിന് വയ്യാത്തിന്റെ ടെൻഷൻ കൊണ്ടായിരിക്കും. വീണ്ടും തിരികെ വിളിക്കുന്നത് ശരിയല്ല. ആദ്യം അങ്കിൾ നോർമലാവട്ടെ, പിന്നെ സംസാരിക്കാം. അത് മതി. രാജാറാം സാറിന്റെ സംസാരത്തിന്റെ സ്റ്റൈല് കേട്ടാൽ തന്നെ അറിയാം പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന്. എന്തിനായിരിക്കും രാജാറാം സാറ് എന്നെ ഇങ്ങനെ രവിവർമ്മൻ സാറിൽ നിന്നും അകറ്റി നിർത്തുന്നത്? ഞാൻ ഇപ്പൊ തന്നെ രവിവർമ്മൻ സാറിനെ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കിയാലോ? സോറി, വന്ന് സാന്ദ്ര മേഡത്തിന് ഈ രാജാറാം സാറിനെ വിശ്വാസമില്ലെന്ന് തോന്നുന്നു. ഇതേ കണ്ടില്ലേ, സ്വന്തം ഫോണ് പോലും എന്നെ ഏൽപ്പിച്ചിട്ടാ രവി സാർ റെസ്റ്റ് എടുക്കാൻ പോയത്. ഹി നീഡ്സ് അബ്സല്യൂട്ട് റെസ്റ്റ്. സോറി രാജാറാം സാർ, ഞാൻ അറിയുന്നില്ലല്ലോ ആ സാറിന്റെ ഫോൺ ഈ സാറിന്റെ കയ്യിലാണെന്ന്. ആക്ച്വലി ഒരു ഇറ്റാലിയൻ കമ്പനിയുടെ പ്രോജക്ട് പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അതാണ് സാറിനെ കണ്ട് ഡിസ്കസ് ചെയ്യാനായിട്ട്. സോറി, ലക്ഷണം കണ്ടിട്ട് രവിവർമ്മൻ സാറിന്ന് ഓഫീസിൽ വരാനും ഫയല് നോക്കാനും സാധ്യതയില്ല. പിന്നെ ഇതൊരു പ്രപ്പോസൽ മാത്രമല്ലേ, പ്രൈമറി ഡിസ്കഷൻസ് കമ്പനിയുടെ വൈസ് പ്രസിഡന്റിനും ആവാലോ. രവിവർമ്മൻ സാർ ഓഫീസിലില്ലെങ്കിലും അതേ അധികാരത്തിലും അവകാശത്തിലും മാഡം ഓഫീസ് മാനേജ് ചെയ്യുമെന്നുള്ള പരിപൂർണ ബോധ്യം സാറിനുണ്ട്. പിന്നെ എന്തിനാ മാഡം പേടിക്കുന്നത്? അടിപൊളിയായിട്ടുണ്ട് രാജാറാം സർ. എന്നെ പുകഴ്ത്തി പുകഴ്ത്തി രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കട്ടെ നടക്കട്ടെ. ഞാൻ സാറ് പറഞ്ഞതെല്ലാം വിശ്വസിച്ചിരിക്കുന്നു. രവിവർമ്മൻ സാറ് വീട്ടിൽ വിശ്രമിക്കട്ടെ, ഞാൻ ഓഫീസിലേക്ക് പോവാ. സത്യം പറഞ്ഞ ഞാൻ ഇത് തന്നെ ആഗ്രഹിക്കുന്നത്. സാറ് വീട്ടില് കുറച്ചു സമയം സ്വസ്ഥമായിട്ടിരിക്കുകയും ആരോഗ്യം ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. See you, Rajaram sir. Bye. ഇവര് രണ്ടാളും എന്നിൽ നിന്നും എന്തെല്ലാമോ രഹസ്യമാക്കി വെക്കുന്നുണ്ട്. ഇദ്ദേഹം ഈ പറഞ്ഞതെല്ലാം ഞാൻ വെള്ളം തൊടാതെ വിഴുങ്ങിയെന്നാണ് രാജാറാം സാറിന്റെ വിചാരം. നടക്കട്ടെ നടക്കട്ടെ, ഞാൻ കണ്ടുപിടിച്ചോളാം. പക്ഷെ അവള് കണ്ട അവള് കാണില്ലെന്നേ. അഥവാ അവള് കണ്ടാലും നിന്നെ കാണൂ. അവളുടെ ഹീറോയെ നീയാ, നമ്മള് വെറും സൈഡ് ക്യാരക്ടർ. നീ വാ ഇങ്ങോട്ട്.
വാ വാ കേറ്. നീ ഇത് എവിടെയാ പോയിട്ട് വരുന്നേ? മൊബൈല് ചീത്തയായി, ഇന്നലെ നന്നാക്കാൻ കൊടുത്തിരുന്നതാ, അത് വാങ്ങിച്ചു. അല്ല, നീ എങ്ങോട്ടാ? നല്ല ധൃതിയിലാണെന്ന് തോന്നുന്നല്ലോ. രവിവർമ്മൻ സാറിനെ കാണാൻ. അമ്മ പറഞ്ഞു പോയി ഉടൻ കണ്ട് സംസാരിക്കണമെന്ന്. അമ്മ പറഞ്ഞിട്ട് പോകുന്നെന്നോ? അതെനിക്ക് മനസ്സിലായില്ല. ഇവിടെ സച്ചി എന്നൊരാള് വരാറുള്ളത് നമ്മൾ സംസാരിച്ചില്ലേ? അച്ഛനിപ്പോ അയാളുടെയും അയാളുടെ അമ്മയുടെയും പുറകിലാ എന്നെ കെട്ടിച്ചു കൊടുക്കാൻ. അയാളുടെ അമ്മയാണെങ്കിൽ എന്നെ തന്നെ വേണമെന്ന് ഒരേ പിടിവാശി. ആകെ മൊത്തം ഞാനങ്ങ് ജാമായ അവസ്ഥയിലായിപ്പോയി. അവർക്കാണെങ്കിൽ പയ്യൻ അങ്ങ് നാട് വിട്ട് ജോലിക്ക് പോകും മുമ്പ് കല്യാണം നടത്താനുള്ള ധൃതിയും. ഒടുവിൽ അമ്മ പറഞ്ഞ വഴിയാ ഉടൻ രവി സാറിനെ വിളിച്ചോണ്ട് വന്ന് അച്ഛനോട് സംസാരിപ്പിക്കാൻ. ഞാനിപ്പോ സാറിനെ അക്കാര്യം പറഞ്ഞ് വിളിച്ചോണ്ട് വരാൻ പോവാ. നന്നായി. ഇനിയെങ്കിലും ഈ കഥ ഒരു കരക്കെടുക്കുന്ന് കരുതല്ലേ? എത്ര നാളായി നടക്കുന്നതാ. ഇപ്പൊ പറയാം നാളെ പറയാന്ന് പറഞ്ഞുള്ള ഈ ഊഞ്ഞാലാട്ടം. ഇനി എല്ലാം ശുഭമായി നടക്കും. എനിക്കും അങ്ങനെ കൃഷ്ണ, ഒരു ആത്മവിശ്വാസം. പ്രത്യേകിച്ചും അമ്മയുടെ ഈ സപ്പോർട്ട് ഇത്ര സ്ട്രോങ് ആവുന്ന ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. എല്ലാം സംഭവിക്കുന്നത് നല്ലതിനായിരിക്കും അല്ലേ? തീർച്ചയായും. ഇനി എന്റെ പെണ്ണിന് ഒരു സങ്കടം ഉണ്ടാവില്ല. ഇന്ന് ഈ സമയം മുതല് നിന്റെ സമയം തെളിഞ്ഞിരിക്കുക. ഈ സച്ചി കിച്ചി പിച്ചി എന്നൊക്കെ പറയുന്നവൻ പോയിട്ട് സാക്ഷാത് രവിചന്ദ്രവർമ്മൻ തന്നെ ഇനി നിന്റെ ജീവിതത്തിൽ താലി ചാർത്താനെത്തും. 10 പെറ്റ് പണ്ടാരെ ഉടങ്ങാൻ എന്റെ അഡ്വാൻസ് വിവാഹ മംഗളാശംസകൾ. മോടി വൃത്തികെട്ടവള്. 10 പേർന്നതും പണ്ടാരടങ്ങുന്നൊക്കെ നീ ആയിരിക്കും. അവളുടെ ഒരു ഡയലോഗ്. ഞങ്ങളെ നല്ല പൗരബോധമുള്ള ഈ രാജ്യത്തെ ആണും പെണ്ണുവാ. ഞങ്ങൾ രണ്ട് നമുക്കൊന്ന് എന്നാ ഞങ്ങളുടെ തീരുമാനം. അതൊരാണാണെങ്കിൽ നിന്റെ മോളെ കൊണ്ട് തന്നെ കെട്ടിച്ചേക്കാം. നീ കൊറേ സ്ത്രീധനൊക്കെ ഉണ്ടാക്കി റെഡി ആയിട്ടിരുന്നോ? ഓഹോ, അത് ശരി. അപ്പൊ സ്ത്രീധനത്തിന്റെ കാര്യത്തില് പൗരബോധമൊന്നും ഇല്ലല്ലേ? അതെവിടുത്തെ ന്യായാണാവോ? ആ, എന്നാ പിന്നെ നീ ന്യായവും ചോദിച്ചോണ്ടിരുന്നോ? എന്റെ മോന് വേറെ പെണ്ണന്വേഷിക്കാൻ പോവാ. ടാറ്റാ. സൂക്ഷിച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് മോൾ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ സാറ് വേണം അവളോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ. വാക്കിന് ജീവനേക്കാൾ വില കൊടുക്കുന്ന ആളാണ് സാറെന്ന് എനിക്കറിയാം. വാക്ക് തരൂ സാർ, പ്ലീസ്. അവള് ചെറിയ പെൺകുട്ടി. അവളെ തൽക്കാലത്തേക്ക് വെറുതെ തമാശക്കൊന്ന് പ്രണയിക്കാം. പിന്നീട് അവൾക്ക് വീട്ടുകാര് വേറെ കല്യാണം ഉറപ്പിക്കുമ്പോ അവൾ തന്നെ തനിയെ വിട്ടുപോയിക്കോളും എന്നൊക്കെയാണ് സാറ് കരുതിയത്. ഞാൻ ഒരിക്കലും സാറിനെ വിട്ടു പോയില്ലെന്നറിഞ്ഞപ്പോ സാറ് തന്നെ എന്നിൽ നിന്നും അകന്നു പോകാനുള്ള തന്ത്രം
വഞ്ചന 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 വഞ്ചന. പറയൂ സർ, എന്താ മൗനമായി നിൽക്കുന്നെ? കമോൺ, സ്പീക്ക് ഔട്ട്. പറയാൻ ഞാൻ എന്താണോ പറയാൻ വന്നത്, ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത്, അത് പറഞ്ഞു കഴിഞ്ഞു ശ്രീലക്ഷ്മി. താൻ സച്ചിയെ വിവാഹം കഴിക്കുന്നതാണ് ശരി. അതേ സംഭവിക്കാവോ? അതേ സംഭവിക്കൂ. അങ്ങനെ നടന്നാം താൻ സന്തോഷത്തോടെ ഇരിക്കും ശ്രീലക്ഷ്മി. വളരെ വളരെ സന്തോഷത്തോടെ ഇരിക്കും ജീവിതത്തിൽ. ശ്രീലക്ഷ്മി സച്ചി, സച്ചി ശ്രീലക്ഷ്മി, അതാണ് പെയർ, അതാണ് ഫെയർ, അതാണ് നല്ലത്. സച്ചി ശ്രീലക്ഷ്മി, അതാണ് പെയർ, അതാണ് ഫെയർ. സച്ചി ശ്രീലക്ഷ്മി, സച്ചി ശ്രീലക്ഷ്മി, സച്ചി ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി സച്ചി, അതാണ് നല്ലത്, അതാണ് ശരി, അതാണ് നല്ലത്, അതാണ് നല്ലത്. അതാണ് ശരി. വിശ്വാസം എന്ന വാക്ക് സാർ മറന്നുപോയെന്ന് തോന്നുന്നു. തമാശയ്ക്ക് പോലും സാർ ഇങ്ങനെ പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. സാറിന് എന്താ പറ്റിയത്? ശ്രീലക്ഷ്മി, അത് ഞാൻ പിന്നെ അത് എന്തു പറ്റി സാറിന്? സാർ ദേ എന്നെ നോക്ക്. സാർ എന്തിനാ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുന്നേ? എന്റെ രവി സാറ് തല കുനിച്ച് നിൽക്കാൻ പാടില്ല. സാർ, സാറിന്റെ മുഖത്ത് നോക്കൂ പ്ലീസ്. എല്ലാം നല്ലതിനു വേണ്ടിയാണ് ശ്രീലക്ഷ്മി. തന്റെ ജീവിതം സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയാ പറയുന്നത്. താൻ സച്ചിയെ മതി. പ്ലീസ് സ്റ്റോപ്പ്. പറഞ്ഞത് ഇനി ആവർത്തിക്കണമെന്നില്ല. ശ്രീലക്ഷ്മി, 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 സ്റ്റോപ്പ് ദ. റിലാക്സ് ശ്രീലക്ഷ്മി, ബി കൂൾ. തനിക്ക് നല്ലതേ വരാവൂ എന്നാണ് എന്റെ ആഗ്രഹം. ഇവിടെ തർക്കിച്ച് കരഞ്ഞുകൊണ്ട് പോകേണ്ട ഒരാവശ്യമില്ല. ഇറ്റ്സ് ഓൾ ഫോർ യുവർ ബെറ്റർ ലൈഫ്. ബെറ്റർ ലൈഫ് വിത്തൗട്ട് യു. വേദനിക്കുമ്പോ ചിരിച്ചോണ്ട് സംസാരിക്കാൻ ഞാൻ ഇനിയും പഠിച്ചിട്ടില്ല സർ. ഓക്കെ ഫൈൻ, ഇനി ഞാൻ അതും പഠിച്ചോളാം. സാറിപ്പോ പഠിപ്പിക്കാൻ ശ്രമിക്കല്ലേ? സത്യം പറയൂ സർ, സാർ സത്യമായിട്ട് എന്നെ ഈ ജീവിതത്തിൽ പ്രണയിച്ചിട്ടുണ്ടോ? ഡിഡ് യു എവർ ലവ് മീ ഇൻ യുവർ ലൈഫ്? ഡിഡ് യു? എന്തിനാ രവി ഈ ത്യാഗം? ആർക്ക് വേണ്ടി?
ഹലോ. സോറി, ഞാൻ ഒരുപാട് ലേറ്റ് ആയില്ലല്ലോ. അച്ഛൻ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? സോറി, തന്നെ വീട്ടിൽ വന്ന് കാണുന്നതിന് പകരം ഇവിടെ വന്ന് കാണേണ്ടി വന്നു. തനിക്ക് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? സത്യം പറഞ്ഞാ ഞാൻ അല്പം എക്സൈറ്റഡ് ആണെന്ന് പറയാം. അതിനോടൊപ്പം ചെറിയ മടിയും നാണമൊക്കെ ഉണ്ട്. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. സച്ചിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഒരു കാര്യത്തിൽ തന്റെ അഭിപ്രായം അറിയണമെന്നുണ്ട്. നമ്മുടെ വിവാഹ കാര്യത്തിൽ തന്നെ. എന്തിനാ ഞാനിപ്പോ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് താനിപ്പോ കരുതും. ബട്ട് ഐ എം ഷുവർ ഇത് ചോദിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ വീട്ടുകാരുടെ സെന്റിമെന്റ്സും പ്രഷറും എല്ലാം അറിയാം, എനിക്ക് മനസ്സിലാവും. പക്ഷേ അതിനേക്കാളെല്ലാം എനിക്ക് പരമപ്രധാനം തന്റെ സമ്മതമാണ്. ആക്ച്വലി ഐ എം ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ്. തനിക്ക് നമ്മുടെ രണ്ടുപേരുടെ വീട്ടുകാരുടെ തീരുമാനത്തോട് യോജിപ്പുണ്ടോ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാം. തനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണോ അല്ലയോ? എന്താണ് തന്റെ അഭിപ്രായം? ആർ യു ഹാപ്പി വിത്ത് ദിസ് പ്രപ്പോസൽ? നമ്മുടെ വീട്ടുകാരുടെ തീരുമാനം തനിക്ക് ഓക്കെ ആണോ? എന്തു പറയുന്നു? എന്റെ അഭിപ്രായമാണോ ചോദിക്കുന്നത്? അതെ, നമ്മുടെ രണ്ടാളുടെയും ജീവിതത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട തീരുമാനമല്ലേ? അതെ, ഇതൊരു പ്രധാനപ്പെട്ട തീരുമാനമാണ്. ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ് യു. തനിക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് വേണം പറയാൻ. യെസ് പറയാൻ എളുപ്പമാണ്, വെറും 2-3 അക്ഷരം മതി. പക്ഷേ പിന്നീട് നമ്മൾ മുന്നോട്ട് ജീവിക്കുമ്പോൾ ഇതൊരു ഭാരമായി തനിക്ക് തോന്നാൻ പാടില്ല. അതിനാണ് ആദ്യമേ ഈ കാര്യം വ്യക്തമായി ചോദിക്കുന്നത്. ഈ പ്രപ്പോസൽ മുന്നോട്ട് പോകുന്നത് തന്റെ പൂർണ്ണമായ സമ്മതം കിട്ടിയ ശേഷം മാത്രമായിരിക്കും. എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി താനാണ് സംസാരിക്കേണ്ടത്. എനിക്ക് സമ്മതമാണ്. അവള് നല്ല ഒന്നാന്തരം മരുമകളായിരിക്കുമെന്നും കേട്ടു. ശരി ശരി, ഇതൊക്കെ ഏത് മഹതി പറഞ്ഞാണെന്ന് എനിക്കറിയാം. ബാക്കി പഴംപുരാണമൊക്കെ ഞാനങ്ങ് വന്നിട്ട് സംസാരിക്കാം. ഇപ്പൊ ഞാൻ ഫോൺ വെക്കാം. ബൈ. സോറി ശ്രീലക്ഷ്മി, അമ്മ അല്പം ഓവർ എക്സൈറ്റഡ് ആണ്. എന്നാ പിന്നെ നമുക്ക് പോയാലോ? എടാ, വണ്ടി എടുക്ക്. ദേവി, നീ എന്താ ഈ കാണിക്കുന്നത്? എന്തോ നട ഇതൊക്കെ? നീ വണ്ടി എടുക്ക. നീ എന്താ അവളെ വീട്ടിലേക്ക് ഫോളോ ചെയ്യാൻ പോവാണോ? ആർ യു മാഡ്? ദേവി,
രവി രവി നിൽക്കാൻ രവി 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 രാജകുമാരൻ എത്തിയല്ലോ. എന്തു പറഞ്ഞു നിന്റെ ആ രാജകുമാരി? ഞാനെന്ന് അകത്തോട്ട് കയറിക്കോട്ടെ ശ്രീലക്ഷ്മി. ഇതെന്തിനാ ഇങ്ങനെ നടമറിഞ്ഞിരിക്കുന്നേ? നീ മറുപടി പറഞ്ഞിട്ട് അകത്ത് കയറിയാ മതി. അത്ര ജാട കാണിക്കണ്ട. പറയാൻ ശ്രീലക്ഷ്മി, ഞാൻ ആദ്യം ഒന്ന് അകത്തേക്ക് കയറട്ടെ പ്ലീസ്. ശ്രീലക്ഷ്മി പിണങ്ങണ്ട, വാ പറയാ ഞാൻ. വാ വാ. ആ കുട്ടി സമ്മതിച്ചു. ശ്രീലക്ഷ്മി, ലുക്ക് അറ്റ് ദിസ് ശ്രീലക്ഷ്മി. ഇതാണ് രാജനന്ദിനി ഫാബ്രിക്സ്. രാജനന്ദിനി കമ്പനിയല്ല. യു നോ വാട്ട്സ് ദ ഡിഫറൻസ്? അറിയാം സർ. രാജനന്ദിനി ആൻഡ് കമ്പനിയിൽ നിന്നും പുതിയതായി രജിസ്റ്റർ ചെയ്തതാണ് രാജനന്ദിനി ഫാബ്രിക്സ് എന്ന ഇൻഡിപെൻഡന്റ് സ്ഥാപനം. കറക്റ്റ്. ഇത് തനിക്ക് തരാൻ കാരണം തനിക്ക് ആവശ്യമുള്ള പല റെഫറൻസും ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളതുകൊണ്ടാ. ചെക്ക് ദിസ്, കം ഓൺ. നോക്ക്. യു ക്യാൻ ഗോ ത്രൂ ദിസ്. അല്ല, മുമ്പ് താനൊരു ഡൗട്ട് വെച്ചില്ലേ? ചിലപ്പോ ഈ ഫയൽ പരിശോധിച്ചാൽ ആ ഡൗട്ട് ക്ലിയർ ആവും.
ടേക്ക് ആൻഡ് ലുക്ക് അറ്റ് ദിസ്. ശ്രീലക്ഷ്മി, അല്ലെങ്കിൽ ഈ ലെഡ്ജർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതിൽ ചില പേപ്പേഴ്സ് ഉണ്ട്, ചിലപ്പോ അത് തന്നെ സഹായിക്കും. സർ, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഫയൽ ഞാൻ എടുത്തോട്ടെ? ഓഫ് കോഴ്സ് ശ്രീലക്ഷ്മി, ഇതെല്ലാം തനിക്ക് നൽകാൻ കൊണ്ടുവന്നതാ. ഞാനിത് വേറെ ആരെയും തൊടാൻ സമ്മതിച്ചിട്ടില്ല. എവറിത്തിങ് ഈസ് യുവേഴ്സ്. എടുത്തോ 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 എടുത്തോ, മുഴുവനും എടുത്തോ. എടുത്തോ, മുഴുവനും എടുത്തോ. ആ, താനെടുത്തോ. എടുത്തോ എടുത്തോ. പക്ഷെ ഒരു പേജ് കയറിപ്പോയിരിക്കുന്നു. ഇതിൽ ഒരു പേജ് കാണാനില്ലല്ലോ. ഒരു പേപ്പർ, ഒരു പേജ് എവിടെ? പേജ് എവിടെ? ഇതിലെ പേജ് എവിടെ? സർ, ആ പേജ് എവിടെ? സർ, ആ പേപ്പർ കാണുന്നില്ല. ആ പേപ്പർ കാണുന്നില്ലല്ലോ. പേജ് എവിടെ? അതിൽ ആ പേജ് കാണുന്നില്ല. ആ പേപ്പർ എവിടെ? ഇതിൽ ആ പേപ്പർ ഇല്ല. ആ പേപ്പർ എവിടെ? സർ, ആ പേജ് എവിടെ? സർ, ആ പേജ് എവിടെ? കാണുന്നില്ല. സർ, ആ പേജ് എവിടെ? കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ സ്ഥലം വേറൊരാളുടെ സ്വന്തമാകാനാണ് സാധ്യത. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല ശ്രീലക്ഷ്മി. Yes. Just one page. A single paper. ആ പേജ് കൂടി കിട്ടിയ രാജനന്ദിനി വെയർഹൌസ് രവി സാറിന്റെ പേരിൽ തന്നെ വന്നു ചേരുന്ന ഉറപ്പാ. എനിക്ക് സാറിന്റെ സ്വന്തമാവാൻ കഴിയില്ലായിരിക്കും. പക്ഷെ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥലം സാറിന്റെ സ്വന്തമാക്കി കൊടുക്കും ഞാൻ. ദാറ്റ്സ് എ പ്രോമിസ്. ഈ സ്ഥലം മാത്രമല്ല, തന്നെ നഷ്ടപ്പെട്ടാലും എനിക്കങ്ങനെ തന്നെ താങ്ങാൻ പറ്റില്ല. അതിന് താലി കെട്ടുന്നതിന് മുമ്പ് ഭർത്താവാകുന്നത് എങ്ങനെയാ മനുഷ്യ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അയ്യോ, നിന്റെ അമ്മയ്ക്ക് എന്തു പറ്റി മോളെ? എല്ലാത്തിനും തർക്കുത്തരം പറയാൻ നിൽക്കുകയാണല്ലോ രാവിലെ. എടി സരോജം, കുഞ്ഞു വയറ്റിനുള്ളിലുണ്ടെങ്കിൽ അത് ജനിച്ചില്ലെന്ന് വെച്ചത് കുഞ്ഞല്ലാതാകുമോ? നിങ്ങളൊരുമാതിരി. ഇനി ഇതിൽ തർക്ക വിതർക്കങ്ങളില്ല. ഇനി താലികെട്ട് മാത്രമേ ബാക്കിയുള്ളൂ. ആ, എന്റെ മകൾക്ക് സച്ചി തന്നെയാണ് ഭർത്താവ്. എതിർപ്പുണ്ടെങ്കിൽ എന്റെ മോള് പറയട്ടെ ഈ നിമിഷം. അച്ഛാ, ഇന്ന് തന്നെ ഞാൻ ഓഫീസിൽ സംസാരിച്ച് റെസിഗ്നേഷൻ ലെറ്റർ റെഡിയാക്കാം. അച്ഛൻ മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുത്തോളൂ. ഞാൻ പോയിട്ട് വരാം. ഇതാണ് സുദർശനന്റെ മകള്.
മായേ നീ ആ മരുന്ന് വല്ലതുണ്ടെങ്കിൽ എടുത്തേ. ശരി ചിറ്റപ്പ. എന്താടി ഇത്? നീ കരയുന്ന എന്തിനാ? നീ തെറ്റിദ്ധരിച്ചത്. ഇത് ആനന്ദ കണ്ണീര്. രവിചന്ദ്രവർമ്മൻ ശ്രീലക്ഷ്മിയുടെ ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോയതിന്റെ ആനന്ദ കണ്ണീർ. രവിചന്ദ്രവർമ്മൻ പിരിഞ്ഞു പോയെന്നോ? നീ എന്തോന്നാ ഈ പറയുന്നത്? വാസ്തവം. ഇന്നലെ സന്തോഷത്തോടെ നിന്റെ മുൻപിലൂടെ തുള്ളിച്ചാടി ഞാൻ പോയില്ലേ, ആ ശ്രീലക്ഷ്മി അല്ല ഞാനിന്ന്. രവിവർമ്മൻ സാർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സച്ചയെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാനാ. ഞാനത് ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നു. അതാണ് ഇന്നെന്റെ വിശേഷം. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ രവിവർമ്മൻ സാറ് നമ്മുടെ അല്ലടി. രവിവർമ്മൻ സാറ് രവിവർമ്മൻ സാറിന്റെ മാത്ര. എനിക്കും സാറിനും ഇടയിൽ 25 വർഷത്തിന്റെ വ്യത്യാസം ഉണ്ടെന്ന് ഇപ്പോഴാ സാറിന് പെട്ടെന്ന് ബോധം വന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടാവും സാറിനെ ചെറുപ്പക്കാരനായ സച്ചിയുടെ കയ്യില് പിടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്. എന്ത് ബോധം വന്നതാണെങ്കിലും ശരി, ഇതല്പം കടുത്ത കൈയായി പോയെന്ന് ഞാൻ പറയൂ. അങ്ങേരെ കാണാൻ നല്ല പൊക്കമുള്ള മനുഷ്യനാ. പക്ഷെ മനസ്സിനും ആ പൊക്കം ഉണ്ടെന്ന് ഞാൻ കരുതി. പക്ഷെ ഇങ്ങനെ നൈസായിട്ട് തേച്ചിട്ട് പോകുന്ന ഒരുത്തനാണെന്ന്. പ്ലീസ്, അങ്ങനൊന്നും നീ സാറിനെ കുറിച്ച് പറയരുത്. കേട്ട സഹിക്കില്ല എനിക്ക്. ഇനി എന്തൊക്കെ പറഞ്ഞ് എന്നെ തള്ളി മാറ്റിയാലും ഈ ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും പതിഞ്ഞു പോയ മുഖം സാറിന്റേതാ. ആ കണ്ണുകളിൽ സന്തോഷത്തിന്റെ തിളക്കം കാണാനേ ഞാൻ ആഗ്രഹിക്കൂ, സങ്കടത്തിന്റെ കണ്ണീര് കാണാനല്ല. ബാക്കിയെല്ലാം എന്റെ തലയിൽ എഴുത്ത അത്ര തന്നെ.